വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉന്നയിച്ചവരെ അധിക്ഷേപിച്ച് സുരേഷ് ഗോപി. പരാതി പറഞ്ഞത് വാനരന്മാരാണെന്നാണ് കേന്ദ്രമന്ത്രിയുടെ പരിഹാസം. കണ്ണാടിയിൽ നോക്കിയുള്ള പരാമർശമെന്നാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ തിരിച്ചടി. നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഓരോ ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. അക്കരെ ആയാലും ഇക്കരെ ആയാലും അവിടെ പോയി ചോദിക്കാൻ പറ. ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം വോട്ടർ പട്ടികയിൽ നടത്തിയ ക്രമക്കേടിനെ സംബന്ധിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞത് കണ്ണാടിയിൽ നോക്കിക്കൊണ്ടാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രയോഗം നടത്താൻ അദ്ദേഹം തയ്യാറായത്. അദ്ദേഹം വാ തുറന്നിരുന്നില്ല എത്ര ദിവസം. ഇപ്പോൾ വാ തുറന്നത് ഇത്തരത്തിൽ തൃശ്ശൂരിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലായത് വളരെ ഖേദകരമാണ്. അദ്ദേഹം ഇതൊക്കെ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണ്. അതേ രീതിയിൽ മറുപടി പറയാൻ കോൺഗ്രസ്സുകാരായ ഞങ്ങളെ ആ സംസ്കാരം അനുവദിക്കുന്നില്ല. ജേസൺ ചാമളപ്പിലുണ്ട് വിവരങ്ങളുമായി. ജേസൺ, ഇതുവരെയും സുരേഷ് ഗോപിക്ക് മൗനമായിരുന്നു. ഒടുവിൽ വായ തുറന്നപ്പോൾ വാനരന്മാരെന്ന അധിക്ഷേപവും. എന്താണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്? സ്മൃതി, ഇന്ന് രാവിലെ ഗുരുവായൂരിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് തൃശ്ശൂരിൽ ശക്തനഗറിലുള്ള ശക്തനമ്പുരാന്റെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തുന്നു, പിന്നീട് പുഷ്പാർച്ചന നടത്തുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ കുറേ നാളുകളായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുടർന്നിരുന്ന മൗനം അദ്ദേഹം ഭഞ്ജിക്കുന്നത്. പക്ഷേ മൗനഭഞ്ജനം എന്ന് പറയുന്നത് രണ്ട് വാക്കുകളിൽ ഒതുങ്ങി. ഒന്ന്, ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകും. മറ്റൊന്ന്, വാനരന്മാർ എന്ന പരിഹാസവും അധിക്ഷേപവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ ആരോപണങ്ങൾക്കെല്ലാം മറുപടി നൽകേണ്ടത്. താൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഉയർത്തേണ്ട ആ നിശബ്ദത അല്ലെങ്കിൽ മാന്യത ഞാൻ പുലർത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ കുറേ വാനരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം. അത് അക്കരെയായാലും ഇക്കരെയായാലും അടക്കമുള്ള പരാമർശങ്ങളിലൂടെയാണ് അദ്ദേഹം വിമർശനവും പരിഹാസവും അധിക്ഷേപവും നടത്തി. പ്രധാനമായും കോൺഗ്രസ്സുകാർ ലക്ഷ്യം വെച്ചാണെന്ന് അത് വ്യക്തമാണ്. അനിൽ അക്കരെ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആരോപണം നടത്തിയതെന്ന കാര്യം വ്യക്തമാണ്. അതിന് മറുപടിയുമായാണ് ഇപ്പോൾ DCC രംഗത്തെത്തിയിരിക്കുന്നത്. DCCയുടെ അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് വ്യക്തമാക്കിയത് തൻ്റെ സംസ്കാരം, കോൺഗ്രസ് സംസ്കാരം സുരേഷ് ഗോപിക്ക് മറുപടി അറിയാനുള്ള സംസ്കാരം അല്ല. മാത്രമല്ല, കണ്ണാടിയിൽ നോക്കി വന്ന സുരേഷ് ഗോപിയാണ് ഇത്തരമൊരു മറുപടി പറഞ്ഞത്. കണ്ണാടിയിൽ നോക്കാതെ വന്ന സുരേഷ് ഗോപി മറുപടി പറയണം. തൻ്റെ കുറ്റം ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത്തരത്തിൽ ആക്ഷേപവാക്കുകൾ ഉന്നയിച്ചു എന്നതാണ് പ്രധാനമായും DCC ആരോപിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവാദങ്ങളും വിഷയങ്ങളും പരാമർശങ്ങളും ആരോപണങ്ങളും തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടൊപ്പം തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് TM പ്രതാപന് ലഭിച്ചിട്ടുണ്ട്. ആ നോട്ടീസ് സംബന്ധിച്ച മറുപടി നൽകാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതാപനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ള മറുപടിയാണ് വേണ്ടതെന്നും ആ നോട്ടീസിലുണ്ട്. ഏതായാലും ഈ വിവാദങ്ങൾ പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്മൃതി.